ഹായ് സോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡേയുടെ പുതിയൊരു 1 മാർക്ക് പ്രഡിക്ഷൻ ചോദ്യത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നൽകാൻ പോകുന്നത് നിങ്ങൾക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് എന്നാൽ ഫസ്റ്റ് രണ്ട് ചാപ്റ്ററിനെക്കാട്ടി ഒരു 25% ഇമ്പോർട്ടൻസ് ഉള്ളൂ തോന്നുന്നു ഈ ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 10ഓളം ചോദ്യങ്ങളാണ്, ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിടക്കാം. ഓരോ മാർക്കിന് ചോദ്യം. എന്താണ് ഈ ചാപ്റ്ററിന്റെ പേര്? വിഷൻ ആൻഡ് ഓഫ് കളേഴ്സ്. അങ്ങനെ ഒരു കളേഴ്സ് ഓറിയന്റഡ് ചാപ്റ്റർ ആണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ചോദ്യം നോക്കിയോളൂ കേട്ടോ. വാട്ട് ഈസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്? അതായത് പ്രകാശത്തിന്റെ വിടവ് എന്നാൽ എന്താണ്? ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. അതായത് വെള്ളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതാണ്. വെള്ളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഡിസ്പേഴ്സ് ലൈറ്റ്. ഡിസ്പേഴ്സ് ലൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അതെന്താണ്? അത് പ്രിസം ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ത്രികോണം പോലെയുള്ള ആ ഒരു സാധനം കേട്ടോ, അതാണ് പ്രിസം എന്ന് പറയുന്നത്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് കളർ ഡീവിയേറ്റഡ് ദ മോസ്റ്റ് ഡ്യൂറിംഗ് ഡിസ്പേഴ്സൺ? മോസ്റ്റ് ഡ്യൂറിംഗ് ഡിസ്പേഴ്സണിൽ വിടവിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വഴി മാറുന്ന വർണ്ണം ഏതാണ്? മറന്നു പോകേണ്ട, റെഡ് അല്ല കേട്ടോ, വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ വഴി മാറാൻ, ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, വിച്ച് കളർ ഹാസ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ഏറ്റവും തോന്നെ വേവ് ലെങ്ത് കൂടിയിട്ടുള്ള കളർ ഏതാണ്? അത് ചുവപ്പാണ്. വേവ് ലെങ്ത് കൂടിയിട്ടുള്ള കളർ ആൻഡ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് അത് റെഡ് ആണ് കേട്ടോ. അതാണ്. ഇതൊക്കെ 1 മാർക്ക് ചോദ്യം, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോയ പോലെ. ആൻഡ് വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് ദ ലെൻസ് ഇൻ വിച്ച് ഹ്യൂമൻ ഐ? ഏത് ലെൻസ് ആണ് മനുഷ്യന്റെ കണ്ണിലുള്ളത്? കണ്ണിലുള്ള ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. ഓർത്ത് വെക്കുക, കോൺവെക്സ് ലെൻസ്. അടുത്തത്, വാട്ട് പാർട്ട് ഓഫ് ദ ഐ കൺട്രോൾസ് എ amount ഓഫ് ലൈറ്റ് entering ഇറ്റ്? അതായത് കണ്ണിൽ പ്രവേശിക്കുന്ന പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഭാഗം ബയോളജിയാണ്. കണ്ണിൽ പ്രവേശിക്കുന്ന പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് അത് ഐറിസ് ആണ്. ഇതൊക്കെയാണ് 1 മാർക്ക് സിംപ്ലസ്റ്റ് ചോദ്യങ്ങൾ. 7ാമത്തെയും 8ാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ സെൽ ഇൻ റെറ്റിന വാട്ട് ദാറ്റ് ഹെൽപ്പ് യൂസ് ഈ കളർ? കണ്ണിന്റെ റെറ്റിനയിലുള്ള നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളുടെ പേര് അത് കോൺ സെൽസ് ആണ്. കോൺ കോശങ്ങളാണ് കണ്ണിലുള്ള കളേഴ്സ്. ഞാനിപ്പോ കാണുന്നതിന്റെ ഇവിടെ യെല്ലോ ലൈറ്റ് ഉണ്ട്, വൈറ്റ് ലൈറ്റ് ഉണ്ട്. ഈ രണ്ട് കളേഴ്സിനെ തിരിച്ചറിയാൻ സാധിക്കും. എന്റെ ക്യാമറയിൽ ഇപ്പോ ഗ്രീൻ ലൈറ്റ് ഉണ്ട് ആൻഡ് റെഡ് ലൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള അതിനെയൊക്കെ പറയാം, അതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കണ്ണിനുള്ള നമ്മുടെ ഈ ഒരു കോൺ സെല്ലിനെ കുറിച്ചാണ് കേട്ടോ. അടുത്തത്, വിച്ച് കണ്ടീഷൻ ഈസ് കേഴ്സ്ഡ് ഡ്യൂ ദ ഇറഗുലർ കൊറവേച്ചർ ഓഫ് കോർണിയ? അതായത് കോർണിയയുടെ അനിയതമായ വളവ് മൂലം കാഴ്ചയുടെ പ്രശ്നം ഉണ്ടാകുന്നത് അതിന് അസ്റ്റിഗമാറ്റിസം എന്ന് പറയട്ടോ. അതുകൊണ്ട് വഴങ്ങില്ല, അസ്റ്റിഗമാറ്റിസം എന്നാണ് അതിനെ പറയാ. ഓർത്തോളൂ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേരുകളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, ആൻഡ് കറക്റ്റ് ആണ്. ചില മീനിങ് ഈ ഒരു ട്രാൻസ്ലേഷന് ചെറിയ ഇഷ്യൂ ഉണ്ടാകും, അതൊക്കെ വേറെ ഇഷ്യൂ ഇല്ല. അതിൽ 9ാമത്തെയും 10ാമത്തെയും ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ കേസ് ഓഫ് റെയിൻബോ ഫോർമേഷൻ? എന്താണ് റെയിൻബോ നിർമ്മിക്കപ്പെടാനുണ്ടായ കാരണം? റെയിൻബോ ഫോർമേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റെയിൻബോ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? നോക്കുകയാണെങ്കിൽ ആൻസർ ഡിസ്പെയർ ആൻഡ് ഇന്റർവെൽ റിഫ്ലക്ഷൻ ഓഫ് സൺലൈറ്റ് ബൈ വാട്ടർ ഡ്രോപ്സ്. അതായത് ജലബിന്ദുക്കളുടെ പ്രകാശത്തെ വിടവായി മാറ്റുകയും ആന്തര പ്രതിഫലനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് എന്ത് റെയിൻബോ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അടുത്തത് 10ാമത് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പ്രസൻസ് ഓഫ് വിഷൻ? അതായത് കാഴ്ചയുടെ സ്ഥിരത എന്നാൽ എന്താണ്? അതായത് ദ എബിലിറ്റി ഓഫ് ദ ഐ ടു റിറ്റെയിൻ ദ ഇമേജ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ആൻഡ് ദ ഒബ്ജക്ട് ഈസ് റിമൂവ്ഡ്. ഒരു വസ്തു നീക്കിയതിനു ശേഷം കുറച്ചു സമയത്ത് കണ്ണ് അതിന്റെ ചിത്രം കാണുന്നു. അതാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടി ഒരു ഞാൻ ഉദാഹരണം ഒരു സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ പയ്യനെ തന്നെ ഇപ്പൊ ഇങ്ങനെ നോക്കിക്കുക, പിറ്റേന്ന് അത് മാറ്റി നോക്കുമ്പോൾ നമ്മൾ ചുമരമില കാണുകയെ അതിന് കുറച്ചു നേരം നമ്മുടെ മനസ്സിൽ നിൽക്കും. അതാണ് എന്ത് പ്രസൻസ് ഓഫ് വിഷൻ എന്ന് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മുടെ ഫിസിക്സിലെ തന്നെ 3ാമത്തെ ചാപ്റ്റർ
ഫിസിക്സിൽ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പിക്ക് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ കിട്ടും. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് നല്ല മാർക്ക് നേടാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിന്റെ 1 മാർക്ക് ചോദ്യം ചെയ്തു. അതിൽ തന്നെ എന്താണ് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ചോദ്യങ്ങൾ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 1 മാർക്ക് ചെയ്തു. അതിൽ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് നമ്മൾ ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ 1 മാർക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിന്റെ ഈ ഒരു കളേഴ്സിന്റെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിന്റെ പ്രഡിക്ഷൻ വീഡിയോ ഉടനെ വരും. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അപ്പൊ നല്ല ഇതിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓണം എക്സാം നല്ല മാർക്ക് വാങ്ങാൻ നമ്മുടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. സോ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.